മുരളിയിലേക്ക് പോവുകയാണ്. പത്തനംതിട്ടയിൽ നിന്നാണ് മിഥുൻ മുരളി ചേരുന്നത്. മിഥുൻ, ഈ യാത്രികരുടെ പട്ടികയിൽ മലയാളിയായ ഒരു പേര് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. രഞ്ജിത ഗോപകുമാരൻ നായർ എന്നാണ് ആദ്യം മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവരുടെ സ്ഥിതി എങ്ങനെയാണ് എന്നുള്ളത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ? അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ യാത്ര ചെയ്തിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. മറ്റെന്തെങ്കിലും പുതിയ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? രോഹിണി, മലയാളികളുടെ പട്ടികയിലാണ് ഈ രഞ്ജിത. പത്തനംതിട്ട പുല്ലാട് സ്വദേശിനിയാണ്. രഞ്ജിതയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നത്. രഞ്ജിതയുടെ പുല്ലാടുള്ള വീട്ടിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ഇവർ നേഴ്സായിരുന്നു, വിദേശത്ത് ജോലി ചെയ്തിരുന്നു, UK പോകുന്നതിനുള്ള ശ്രമങ്ങളിലായിരുന്നു എന്നുള്ള വിവരവും നാട്ടുകാരിൽ നിന്നൊക്കെ മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ രഞ്ജിതയുടെ സമീപവാസിയായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് ഇവിടെ. ഈ രഞ്ജിതയെ പറ്റി എന്താണ് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്ന? നാട്ടിലുണ്ടായിരുന്നു, ചെറുപ്പം മുതലേ അറിയാവുന്ന കുട്ടിയാണ്. പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൽ തന്നെ ജനിച്ചു വളർന്ന, പിന്നെ നഴ്സിംഗ് ജോലി. നമുക്ക് അതിലേക്ക് എത്താം. വിമാന ദുരന്തത്തിൽ മലയാളി കൂടി ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിതയാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. നമുക്ക് അവരുടെ നിലവിലെ സ്ഥിതി എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ മുതൽക്ക് തന്നെ അപകടം ഉണ്ടായപ്പോൾ മുതൽ തന്നെ ഈ യാത്രികരുടെ പട്ടികയിൽ മലയാളികളുണ്ട് എന്നുള്ള ചില സൂചനകൾ ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തു നിന്നും വലിയൊരു ആശങ്കയുണ്ടായിരുന്നു. ഇവർ ആരൊക്കെയാണ് എന്നത് അറിയാൻ വേണ്ടി നമ്മൾക്കിപ്പോൾ നിലവിൽ സ്ഥിരീകരിക്കുന്ന വിവരം രഞ്ജിത, പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിത അപകടത്തിൽപ്പെട്ടു എന്നുള്ളതാണ്. നമുക്ക് മിഥുനിലേക്ക് എത്താം. മിഥുൻ അവിടെ നിന്നും തത്സമയമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. നമുക്ക് അതിലേക്ക് എത്താം. ഐസണിലേക്ക് പോവുകയാണ്. ഐസൺ, നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഇന്ധനം, അതായത് വിമാനത്തിൽ ഉണ്ടായിരുന്ന ഇന്ധനം, വലിയ തോതിലുള്ള ഇന്ധനമാണ് ഒരു വലിയ അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് തന്നെയല്ലേ? കാരണം നേരത്തെ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തകരാർ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അടിയന്തര സാഹചര്യത്തിൽ വിമാനം ഇറക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ അതിനൊന്നും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അങ്ങേയറ്റം ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി കൂട്ടുന്നതും. ഒന്ന്, വളരെ പെട്ടെന്ന് തന്നെ അപകടം, പ്രത്യക്ഷത്തിൽ ഒരു തകരാറും മനസ്സിലാക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ 1:38 പറന്നുയർന്ന് 1:39 തന്നെ കൃത്യമായി ATCയിലേക്ക് ഒരു സന്ദേശം അയക്കുന്നു പൈലറ്റ്. പക്ഷേ തിരികെ ഒരു കമ്മ്യൂണിക്കേഷനും നടക്കുന്നതിന് മുൻപ് തന്നെ വിമാനം അപകടത്തിൽ പെടുന്നു. അതുകൊണ്ട് ഇനി നിലവിലുള്ള ഏക സാധ്യത എന്ന് പറയുന്നത് ബ്ലാക്ക് ബോക്സ് ലഭിച്ചാൽ മാത്രമാകും. അവസാന നിമിഷങ്ങൾ പൈലറ്റ് സഹ പൈലറ്റിനോട് എന്തു പറഞ്ഞു എന്നുള്ളതനുസരിച്ച് തന്നെ ആയിരിക്കില്ലേ ഈ അപകടം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് എത്തിച്ചേരുക? നമുക്ക് നന്ദനിലേക്ക് ഒന്നുകൂടി പോകാം. നന്ദൻ, നമ്മൾ ഈ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം എന്നുള്ളത് നമുക്ക് ഇനിയും സ്ഥിരീകരിക്കത്തക്ക കണക്കുകൾ ലഭിച്ചിട്ടില്ല. അതുമാത്രമല്ല, നേരത്തെ നന്ദൻ ഇത് സൂചിപ്പിക്കുകയുണ്ടായി ഏത് രീതിയിലാണ് ഇത് വന്നു പതിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ. അതോടൊപ്പം ഈ പതിച്ച സ്ഥലം, അത് ഡോക്ടേഴ്സ് ഹോസ്റ്റൽ എന്നറിയാൻ കഴിയുന്നുണ്ട്. അതുമായി ലഭ്യമാകുന്ന വിവരങ്ങളുണ്ടോ? പ്രദേശവാസികൾ ഈ വന്നു പതിച്ച വിമാനം അപകടത്തിൽപ്പെട്ട് പതിച്ച സ്ഥലവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള വിവരങ്ങൾ കൈമാറുന്നത് പ്രാദേശിക മാധ്യമങ്ങളിൽ നിന്നടക്കം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ നന്ദൻ? രോഹിണി, BJ മെഡിക്കൽ കോളേജിന്റെ UG ഹോസ്റ്റലിലാണ് ഈ വിമാനം പതിച്ചത് എന്നുള്ളതാണ്. ആ ഹോസ്റ്റലിനുള്ളിൽ ചില വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. അവർക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. മാത്രമല്ല, സമീപ പ്രദേശത്തുണ്ടായിരുന്ന ചില കെട്ടിടങ്ങളുണ്ട്, ആ കെട്ടിടങ്ങളിലേക്കും തീ പടർന്നിട്ടുണ്ട്. അതായത് ഈ വിമാനം വന്ന് പതിച്ചതിന് ശേഷം അവിടെ തീ പിടിക്കുകയും ഈ ഫ്ളാറ്റുകൾക്കും, അതായത് ഹോസ്റ്റൽ കെട്ടിടത്തിനും സമീപം ഉണ്ടായിരുന്ന ചില ഫ്ളാറ്റുകൾക്കും അടക്കം തീ പിടിച്ചിട്ടുണ്ട്. മാത്രമല്ല, ആ സമീപത്തെ പ്രധാന റോഡിലേക്ക് പോലും ഈ വിമാനത്തിന്റെ തീ പിടിച്ച അവശിഷ്ടങ്ങൾ വന്നു പതിച്ചു എന്നുള്ളതാണ്. അതായത് റോഡിൽ തീ പടരുന്ന ദൃശ്യങ്ങൾ പോലും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അത് അങ്ങനെ ആ വന്ന് പതിക്കുന്നതും ജനങ്ങൾ ഭീതിയോടുകൂടി ഓടുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ ഏതാണ്ട് വലിയ ഒരു ദൂരപരിധിയിലേക്ക് ഈ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ വന്നു പതിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ആ ഒരു ചുറ്റുപാടും ഉള്ള ചെറിയൊരു പ്രദേശത്ത് മാത്രമല്ല, വലിയ ദൂരേക്ക് പോലും ഈ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ വന്ന് എത്തിയിട്ടുണ്ട്. വലിയൊരു സ്ഫോടനമാണ് ഉണ്ടായത്. അതായത് സാധാരണഗതി ഈ വിമാനത്തിന്റെ 2 ചിറകുകളിലാണ് ഇന്ധനം നിറയ്ക്കുന്നത്. 2 ചിറകുകളിലുമായിട്ട് ഏതാണ്ട് 1,26,000-ലധികം ലിറ്റർ ATF ഏവിയേഷൻ ടർബൈൻ ഫ്യൂവലാണ് ഇതിനുള്ളത്. അതായത് ഒരു എക്സ്പ്ലോഷൻ സാധാരണഗതിയിൽ. ശരി നന്ദൻ, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ നമ്മൾ വീണ്ടും പത്തനംതിട്ടയിലേക്ക് പോവുകയാണ്. പത്തനംതിട്ടയിൽ നിന്ന് മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, ഈ രഞ്ജിതയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നല്ലോ, തുടരാം.
രോഹിണി, ഇപ്പോൾ രഞ്ജിതയുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായി തന്നെ കളക്ടർ മുഖേന ഔദ്യോഗിക സംവിധാനങ്ങൾ വഴി തന്നെ ബന്ധുക്കൾക്ക് രഞ്ജിത ഗോപകുമാറിൻ്റെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. ലണ്ടനിൽ നേഴ്സായിരുന്നു ഈ രഞ്ജിത, നാട്ടിൽ ഉണ്ടായിരുന്നു, ലണ്ടനിലേക്ക് പോകുകയായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് നിലവിൽ ലഭിക്കുന്നത്. ഇപ്പോൾ നാട്ടുകാരും ബന്ധുക്കളും എല്ലാം ഇവിടെ വീട്ടിലുണ്ട്. വർഷങ്ങളായി രഞ്ജിതയെ വീടിനെ അടുത്തറിയാവുന്ന ആളുകളൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എത്ര നാളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്, പുറത്തായിരുന്നു എന്നറിയുന്നു? അതിനുശേഷം വന്നിട്ട് ഇപ്പം UK പോയതാണ്. അതാണ് അറിവ്. നാളുണ്ടായിരുന്നു ഇവിടെ ഇപ്പം കുറച്ച് ദിവസമേ ഉള്ളൂ നാട്ടിൽ അവധി കഴിഞ്ഞിട്ട്. ഇന്നലെയാണ് ഇവിടുന്ന് പോയത്. ലണ്ടനിലേക്ക് പോയത്. അതിന് വേറെ സ്ഥലത്തായിരുന്നു ജോലി. അവിടുന്ന് വന്നതിന് ശേഷം പോയത്. ലീവ് പുതുക്കാനായിട്ട് വന്നതാണ്. എൻ്റെ മോടെ ഏറ്റവും വലിയ ഞങ്ങളുടെ ബന്ധുവല്ല, ഞങ്ങളുടെ അടുത്ത ബന്ധമാണ്. നമ്മുടെ തൊട്ട് താഴെ എൻ്റെ വീട്. കുടുംബമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? എന്തോ ഈ കുടുംബമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ അറിയാവുന്നത്? ബന്ധപ്പെട്ട അവൾ ഇങ്ങനെ പോയി ജോലി ചെയ്തു. നല്ല രീതിയിൽ നല്ല കൊച്ചായിരുന്നു അവൾ. പുറത്തായിരുന്നോ കൂടുതൽ പഠിത്തത്തിന് ശേഷം? അല്ല, പഠിച്ചു കഴിഞ്ഞിട്ട് അവൾ പോയി 2-3 ജോലി ചെയ്തു. ഇങ്ങനെ ലീവ് പുതുക്കാൻ വേണ്ടി മാത്രമായിട്ട് വന്നല്ലോ. അങ്ങനെ എത്ര വർഷമായിട്ട് ലണ്ടനിൽ ജോലി ചെയ്യുന്നു? എന്തോ എത്ര വർഷമായിട്ട് ലണ്ടനിൽ ജോലി ചെയ്യുന്നു? ലണ്ടനിലോട്ട് ഇപ്പോൾ ആദ്യമായിട്ട് പോകുമായിരുന്നല്ലോ. അവൾ നേരത്തെ ദുബൈയിലായിരുന്നു. വേറെ സ്ഥലത്തായിരുന്നു. ബെഹ്റിൻ കണ്ടല്ലോ. എവിടെ? വേറെ സ്ഥലത്താണ്. മസ്കറ്റിലായിരുന്നു. മറ്റ് സ്ഥലങ്ങളിലായിരുന്നു. UK ഇപ്പോഴാണ് പോകുന്നത്. മസ്കറ്റിൽ ജോലി ചെയ്യുകയായിരുന്നു. ലണ്ടനിലേക്ക് ജോലിക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും മറ്റും നടത്തുകയായിരുന്നു. അതിൻ്റെ ആവശ്യങ്ങൾക്കുമൊക്കെ ആയിട്ട് നാട്ടിലേക്ക് എത്തിയതായിരുന്നു എന്നുള്ള വിവരമാണ് നിലവിൽ നാട്ടുകാരിൽ നിന്നുമൊക്കെ ലഭിക്കുന്നത്. ധാരാളം ആളുകൾ ഈ വീട്ടിലേക്ക്, രഞ്ജിതയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ഈ രഞ്ജിതയെ പറ്റി എന്താണ് കൂടുതൽ അറിയുന്നത്? ആദ്യഘട്ടത്തിൽ തന്നെ വീട്ടിലേക്ക് ഈ രഞ്ജിതയെ സംബന്ധിക്കുന്ന ചില വിവരങ്ങൾ, രഞ്ജിത ഈ അപകടത്തിൽപ്പെട്ടവരുടെ പട്ടികയിലുണ്ട് എന്നുള്ള വിവരങ്ങൾ ലഭിക്കുകയായിരുന്നു. പിന്നീട് ആ കുട്ടി ദീർഘകാലമായിട്ട് ഒരു പെൺകുട്ടി എന്ന നിലയിൽ അതിൻ്റെ പരിമിതികൾക്കപ്പുറത്തേക്ക് തൊഴിൽ മേഖലയിൽ ഇടപെടുകയും തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ, ഗൾഫ് നാടുകളിലൊക്കെ പോയി ജോലി ചെയ്യുകയും പിന്നീട് UK പോവുകയും ഒക്കെ ചെയ്ത് പഠിക്കാൻ മിടുക്കിയായിരുന്നു. സ്കൂൾ കാലഘട്ടം മുതൽ എല്ലാവരുമായും വളരെ നല്ല ബന്ധവും അടുത്ത ബന്ധവും പുലർത്തിയ ഒരു കുട്ടിയാണ്. ആ കുട്ടിയായാലും അതിൻ്റെ കുടുംബമായാലും എല്ലാവരോടും വളരെ സജീവവും സ്നേഹവുമായി പെരുമാറുക, ഇടപെടുക, എല്ലാവർക്കും ഇഷ്ടമുള്ള, നാട്ടിലെല്ലാവരും വളരെയേറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കുടുംബമാണ്. അമ്മയും 2 മക്കളുമാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ അത് വീട് പണിത് പൂർത്തീകരിക്കുന്ന ഒരു സ്ഥിതിയിലെത്തി. ആ സമയത്ത് സർക്കാർ ജോലി ലഭിക്കാനുള്ള ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു. അപ്പോൾ ദൗർഭാഗ്യം എന്ന് പറയുന്നത് അത് 3 ദിവസത്തേക്ക് വന്നതാണ്. അപ്പോൾ ആ തൊഴിലിന് ജോയിൻ ചെയ്ത് തിരികെ പോകാനും തിരികെ നാട്ടിലേക്ക് മടങ്ങുക എന്ന ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത്. കാരണം ജോലി ലഭിച്ചു, സർക്കാർ ജോലി ലഭിച്ചു, കുട്ടികളോടൊപ്പം ഇവിടെ കൂടണമെന്ന് ആഗ്രഹിച്ചാണ് തിരിച്ചു പോയത്. അപ്പോൾ ആ സമയത്താണ് ഇത്തരത്തിലുള്ളൊരു ദുരവസ്ഥ ഉണ്ടായത്. പ്രദേശവാസികൾക്ക് എല്ലാവർക്കും വലിയ വേദന ഉണ്ടാക്കുന്ന, ഞെട്ടലുണ്ടാക്കുന്ന, ഒരുപാട് മാനസിക വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് നടന്നത്. UK അടുത്ത കാലത്താണ് പോയത്. അതിന് മുൻപ് ഗൾഫ് നാടുകളിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. UK 1 വർഷത്തിൽ താഴെയാണ് UK ജോലി ചെയ്യാൻ പോയിട്ട്. ഇപ്പോൾ ഇതിനു വേണ്ടി ഇപ്പോൾ വന്നാണ്. ഈ സർക്കാർ ജോലി ലഭിച്ചു എന്നുകൊണ്ട്, PSC റാങ്ക് ലിസ്റ്റ് ജോലി ലഭിച്ചു എന്നുകൊണ്ട് നാട്ടിലേക്ക് വന്നാണ്. നഴ്സിംഗ് ബന്ധപ്പെട്ട ജോലിയാണ്. അപ്പോൾ അങ്ങനെ ജോലി ലഭിച്ചുകൊണ്ട് തിരികെ വന്നപ്പോൾ അത് ഒപ്പിട്ട് അതിൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡർ കൈപ്പറ്റി അത് ലീവിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടിയുള്ള സമയമെടുത്ത് പെട്ടെന്ന് വന്നതാണ്. അപ്പം തിരിച്ചിങ്ങ് പോരുകയാണ്. അവിടെ ചെന്ന് കാര്യങ്ങൾ ക്രമീകരിച്ച് മടങ്ങി വരണം. ഇപ്പം ജോലി ലഭിച്ചു, വീടായി, കുട്ടികളോടൊപ്പം ഇവിടെ മുന്നോട്ട് പോകണമെന്നൊക്കെ ആഗ്രഹിച്ചാണ് കുട്ടി മുന്നോട്ട് പോയത്. ഇന്നലെ വൈകിട്ട് ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ ഇന്നലെ ചെങ്ങന്നൂന്ന് ട്രെയിൻ മാർഗം നെടുമ്പാശ്ശേരിക്ക് പോവുകയും നെടുമ്പാശ്ശേരിയിൽ നിന്ന് ചെന്നൈക്ക് പോവുകയുമായിരുന്നു. പക്ഷേ ഇത് ഫ്ലൈറ്റ് അഹമ്മദാബാദിൽ നിന്നാണ്. പിന്നെ ചെന്നൈയിൽ നിന്ന് എങ്ങനെയാണ് അങ്ങോട്ട് പോയതെന്ന് നമുക്ക് അത്ര ക്ലിയറായിട്ട് അറിയുന്നില്ല. സഹോദരി ആങ്ങളയുടെ ഭാര്യ നാത്തൂനാണ് അവളെ കൊണ്ടുവിട്ടത്. ചെങ്ങന്നൂന്ന് റെയിൽവേ മാർഗം എയർപോർട്ടിൽ പോവുകയും അവിടുന്ന് ഫ്ലൈറ്റ് മാർഗം ചെന്നൈക്ക് പോവുകയുമായിരുന്നെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പം അഹമ്മദാബാദിൽ നിന്നുള്ളത് എങ്ങനെയാണെന്ന് നമുക്ക് അത്ര ക്ലിയറായിട്ട് വിവരം കിട്ടിയിട്ടില്ല. 5 വർഷത്തേക്കാണ് അവധിയെടുത്ത് മറ്റു പല കുവൈറ്റോ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പല രാജ്യങ്ങളിലും പോയി ജോലി ചെയ്തു. ഇപ്പോൾ UK തോന്നുന്നത് എനിക്ക് തോന്നുന്ന 1 വർഷം അങ്ങാണ്ടേ ആയിട്ടുള്ളൂ പോയിട്ട് വന്നു. പിന്നെ 1 വർഷത്തിൽ താഴെ ആയുള്ളൂ. വന്നുകൊണ്ടാണ് ഇവിടെ വന്ന് വീട് പണി
യുമായിട്ട് ബന്ധപ്പെട്ട് വീട് മുക്കാൽ ഭാഗവും തീർന്നു. കുട്ടികളുടെ പഠനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വീട് പണിത് ഇനി ഇവിടെ സ്ഥിരമാകുക എന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണ് ആ കുട്ടി വന്നത്. പക്ഷേ അതെ, അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അറിവ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ആ പോക്ക് ഇങ്ങനെയൊരു ഞങ്ങളെയെല്ലാം വേദനയിലാക്കിക്കൊണ്ടുള്ള ഒരു ഇതാണ്. അത് സത്യമാകാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഞങ്ങൾ. ഔദ്യോഗിക അറിയിപ്പാണ്, പക്ഷേ അതാരും വീട്ടുകാരും അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ നാട്ടുകാരും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ശരിയായിരിക്കാം, അറിയില്ല. പക്ഷേ വീട്ടുകാർ ഇതുവരെ ഔദ്യോഗികമായിട്ട് നമുക്കും അറിയിക്കാൻ ഒരു ടെൻഷൻ. നിങ്ങൾക്കറിയാമല്ലോ, രണ്ട് മക്കൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇന്ത്യയുടനും മോള് 7ാം ക്ലാസ്സിൽ OEM സ്കൂളിലും പഠിക്കുന്നു. തീർച്ചയായിട്ടും പ്രായമായ ഒരമ്മ മാത്രമേ ഉള്ളൂ. പിതാവ് നേരത്തെ മരിച്ചു. സഹോദരങ്ങൾ 2 പേരും, ഒരാൾ കുവൈറ്റിലാണ്, ഒരാൾ വിദേശത്തായിരുന്നു. പിന്നെ അത് അടൂർ ഭാഗത്ത് എവിടെയാണ്. കുടുംബമായിട്ട് അവർ 2 പേരും താമസിക്കും. ഒരു സഹോദരങ്ങളെല്ലാം നല്ല ഐക്യത്തോടെ നല്ലൊരു എല്ലാവർക്കും ഒരു മാതൃകയായ ഒരു വീടായത്. അമ്മയും മക്കളുമായിട്ടൊക്കെ ഉള്ള നല്ലൊരു. പക്ഷേ കൊച്ചു കുഞ്ഞുങ്ങളെ നമുക്ക് അവരുടെ കരച്ചിൽ കാണാൻ വയ്യാത്ത എല്ലാവരും ഇവിടെ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന ഈ പ്രദേശം ഇവിടെ നിൽക്കുന്നവരെല്ലാം പകുതിയിലധികം ബന്ധുവീട് ഇവരുടെ എല്ലാം ഒന്നും അറിയത്തില്ല. അതിൻ്റെ ഒരു നടപടിക്രമങ്ങളൊക്കെ അത് സർക്കാർ സംവിധാനത്തിലായിരിക്കുമല്ലോ പോരുന്നത്, അല്ല നമ്മളായിരിക്കുകയല്ലോ. മറ്റു വിവരങ്ങളൊന്നും ലഭ്യമല്ല. ഇപ്പോൾ ഈ പറഞ്ഞ മാധ്യമങ്ങളിലേക്ക് വന്ന വാർത്തകളും വില്ലേജ് ഓഫീസിൽ നിന്നൊക്കെ ആയിട്ട് ലഭിച്ച വിവരങ്ങൾക്കപ്പുറത്തേക്ക് മറ്റുള്ള ഒരു വിവരങ്ങളും ലഭ്യമല്ല. ഇനി അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക അറിയിപ്പ് ടെക്നിക്കലി ആയിരിക്കും, പക്ഷേ എങ്കിലും അത് അറിയിക്കുകയും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ എന്തെങ്കിലും ചിന്തിക്കണമെങ്കിൽ അത്തരം അറിയിപ്പുകളൊന്നും ലഭ്യമല്ല. അത് ലഭിച്ചെങ്കിലേ മറ്റു കാര്യങ്ങളൊക്കെ നീങ്ങാൻ സാധിക്കത്തുള്ളൂ. സർക്കാർ സർവീസിൽ നിൽക്കുമ്പോഴല്ലേ വിദേശത്ത് പോയിട്ട് പിന്നെ വന്ന് അതെ. അധ്യാപകരെ ഒന്ന് കടത്തിവിടണേ. രോഹിണി, ഔദ്യോഗികമായിട്ടുള്ള വിവരം പുറത്തു വന്നിരിക്കും, പക്ഷേ വീട്ടുകാർക്കോ കുടുംബക്കാർക്കോ ഒന്നും ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതുവരെയും അറിയിച്ചിട്ടില്ല എന്നാണ് ഇവിടെ എത്തിയിരിക്കുന്ന കുടുംബവുമായി ബന്ധപ്പെട്ട നാട്ടുകാരും മറ്റ് ആളുകളും ഒക്കെ പറയുന്നത്. എന്തായാലും ജില്ലാ ആശുപത്രിയിൽ ജോലി ഉണ്ടായിരുന്നു. ആ ജോലി താൽക്കാലികമായി ലീവ് എടുത്താണ് പുറത്തേക്ക്. ആദ്യം ഗൾഫ് നാടുകളിലായിരുന്നു നേഴ്സായി ജോലി ചെയ്തിരുന്നത്. പിന്നീട് UK ജോലി ലഭിച്ചിട്ട് 1 വർഷം അവിടെ UK ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇവിടെ അവധിക്ക് എത്തി PSC എഴുതി. PSCയിൽ തന്നെ സർക്കാർ സർവീസിൽ ജോലി ലഭിക്കുന്നു. ആ ജോലിയിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി താൽക്കാലികമായി അതിൻ്റെ പല ആവശ്യങ്ങൾക്കുമായിട്ടാണ് ഇപ്പോൾ നാട്ടിലേക്ക് വലിയ സ്വപ്നവുമായി ലണ്ടനിലേക്ക് യാത്ര തിരിച്ചതാണ് രഞ്ജിത. ഈ വിമാനത്തിൽ 2 മലയാളികൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് വിവരം ലഭിച്ചിരിക്കുന്നത്. അതിൽ രഞ്ജിത R. നായർ മരിച്ചു എന്നുള്ള വിവരം, ആ സ്ഥിരീകരണമാണ് ലഭിച്ചിരിക്കുന്നത്. മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, രഞ്ജിതയുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്, പക്ഷേ വീട്ടുകാരെ വിവരം അറിയിച്ചിട്ടില്ല. വലിയ സ്വപ്നവുമായി ലണ്ടനിലേക്ക് യാത്ര തിരിച്ചതാണ് രഞ്ജിത. എന്താണ് അവിടെ നിന്നും നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ തരുന്ന വിവരങ്ങൾ? വിമാനത്തിൽ മലയാളി മിഥുൻ, രഞ്ജിതയുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്, പക്ഷേ വീട്ടുകാരെ അറിയിച്ചിട്ടില്ല. ചെറിയ കുഞ്ഞുങ്ങളാണ് ഉള്ളത്. എന്താണ് ആ വീട്ടിൽ നിന്നും നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? രോഹിണി, തീർത്തും ദുഃഖകരമായിട്ടുള്ള സാഹചര്യം തന്നെയാണ്, അന്തരീക്ഷം തന്നെയാണ് ഈ കുടുംബത്തിലുള്ളത്. 10ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുന്ന ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും, 2 കുട്ടികളാണ് ഈ രഞ്ജിതയ്ക്ക് ഉള്ളത്. ജില്ലാ ആശുപത്രിയിൽ ജോലി ഉണ്ടായിരുന്നു. ആ ജോലി താൽക്കാലികമായിട്ട് ലീവ് എടുത്താണ് പുറത്തേക്ക് വിദേശത്തേക്ക് പോകുന്നത്. ആദ്യം ഗൾഫ് രാജ്യത്തും പിന്നീട് UK ജോലി ചെയ്തു വരികയായിരുന്നു നേഴ്സായിട്ട്. 1 വർഷം മുൻപാണ് ഗൾഫിലേക്ക് പോകുന്നത്. കൂടുതൽ നാളുകൾ ഗൾഫിലായിരുന്നു, മസ്കറ്റിലായിരുന്നു നേഴ്സായിട്ട് ജോലി ചെയ്തിരുന്നത്. അതിനിടയിൽ UK ജോലി കിട്ടുന്നു, UK പോകുന്നു. ഇതിനിടയിൽ നാട്ടിലെത്തി PSC എഴുതി സർക്കാർ സർവീസിൽ ജോലി ലഭ്യമാകുന്നു.
പിന്നീട് ഇതിൻ്റെ ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് നാട്ടിലേക്ക് ഈ ഇടയ്ക്ക് വരുന്നതും. ഇന്നലെ നാട്ടിൽ നിന്നും ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ഈ സർക്കാർ ജോലി PSC റാങ്ക് ലിസ്റ്റിൽ എത്തിയതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി വീണ്ടും തിരികെ UK പോകുന്നത്. UK എത്തി താൽക്കാലികമായി അവിടെ ഇനി കുറച്ചുനാൾ ജോലി ചെയ്തതിന് ശേഷം തിരികെ വരാം എന്നുള്ള പ്രതീക്ഷയിലാണ്, തിരികെ എത്തി സർക്കാർ സർവീസിൽ ജോലി ചെയ്യാമെന്നുള്ള പ്രതീക്ഷയിലാണ് UK തിരികെ മടങ്ങുന്നത്. അങ്ങനെയാണ് അഹമ്മദാബാദിലേക്കും ആ വഴി UK പോകുന്നതിനുള്ള ഘട്ടങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തത്. വളരെ പ്രതീക്ഷയോടുകൂടി ഒരു പുതിയ വീടിൻ്റെ പണിയൊക്കെ ഏകദേശം പൂർത്തിയാക്കി കഴിയുന്ന വളരെ സന്തോഷപരമായിട്ടുള്ള ജീവിതവുമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു യുവതിയാണ് രഞ്ജിത എന്നാണ് നാട്ടുകാരിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത്. 10ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 കുട്ടികളാണ് ഉള്ളത്. 2 കുട്ടികൾ 10ലും 7ലും പഠിക്കുന്ന ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുമാണ് ഉള്ളത്. ഈ അടുത്ത സമയം വരെയും ഈ വീട്ടുകാരെ ആരെയും തന്നെ ഈ മരണവിവരം ഔദ്യോഗികമായി മരണം സ്ഥിരീകരിച്ച കാര്യം അറിയിച്ചിരുന്നില്ല. ഒരു പ്രായമായ അമ്മ മാത്രമാണ് ഇപ്പോൾ നിലവിൽ രഞ്ജിതയ്ക്കുള്ളത്. അച്ഛൻ വളരെ വർഷങ്ങൾക്ക് മുൻപേ തന്നെ മരണപ്പെട്ടു പോയതാണ്. പിന്നെ 2 കുട്ടികളുമാണ് ഉള്ളത്. എന്തായാലും വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം. വളരെ പ്രതീക്ഷയോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന യുവതിയായിരുന്നു. അതിൻ്റെ വീട് പണിയൊക്കെ ഇപ്പോൾ ഈ പഴയ ഒരു വീടാണ് ഇവിടെ ഉള്ളത്. അതിനോട് ചേർന്ന് തന്നെ ഈ പ്രദേശത്ത് മറ്റൊരു വീട് പണി പൂർത്തിയാക്കി ഏകദേശം അതിൻ്റെ പണിയൊക്കെ പൂർത്തീകരിക്കാൻ പോകുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു ദാരുണ സംഭവം ഉണ്ടാകുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി വീട്ടിൽ നിന്നും പോകുന്നു. അടുത്ത ദിവസം കേൾക്കുന്നത് ഇത്തരത്തിലുള്ള ദാരുണമായിട്ടുള്ള ഒരു സംഭവമായി പോയി എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. എന്തായാലും നാട്ടുകാരെല്ലാം വളരെ ദുഃഖാർദ്രമായിട്ടുള്ള സാഹചര്യത്തിൽ ഇവിടെ ഉണ്ട്. ധാരാളം ആളുകൾ ഈ സംഭവമൊക്കെ കേട്ടറിഞ്ഞുകൊണ്ട് ഇവിടേക്ക് എത്തുന്നുമുണ്ട്. നിങ്ങളടുത്ത സമീപവാസികളാണ്? അതെ, ഇവിടെ അടുത്ത് പുരടത്തിക്കാവ് ജംഗ്ഷനിലുള്ളവർ. കുടുംബത്തെ അടുത്തറിയാം? ഇവിടെ അമ്മയുമായിട്ടൊക്കെ നമുക്ക് നേരത്തെ തൊട്ടേ പരിചയമുള്ള. രഞ്ജിതയെ അറിയാം? രഞ്ജിതയെ അറിയാം. പ്രാരാബ്ദം കാരണം ഇങ്ങനെ ഓരോ ജോലികളൊക്കെ ചെയ്ത്, അതായത് പിന്നെ എങ്ങനെയും കുടുംബം ഒന്ന് നേരെയാക്കണമല്ലോ എന്ന് വിചാരിച്ചൊക്കെ പോകുന്ന. എന്ത് ചെയ്യാൻ പറ്റും? വിധിയെ നമുക്ക് തടുക്കാനായിട്ടൊന്നും പറ്റത്തില്ല. 2 കുട്ടികൾ 10ലും 7ലും. അതെ 10ലും 7ലും. വളരെ ദൗർഭാഗ്യമായ ഒരു സാഹചര്യമായിപ്പോയി. ജില്ലാ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. നാട്ടിൽ എത്ര കാലം ഉണ്ടായിരുന്നു? അങ്ങനെ അത് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കറിയത്തില്ല. ജോലി ചെയ്തിരുന്നതാണ്. പിന്നെ അത് ഗൾഫിന് പോയി. അവിടുന്ന് പിന്നെ വന്ന് ഈ 1 കൊല്ലത്തിനടുത്തോളമായത് റിസൈൻ ചെയ്തായിട്ട് അറിയുന്നത്. വന്നിട്ടാണ് ഇപ്പോൾ UK പോയിരിക്കും. ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന സമയത്തും അറിയാമോ? ജില്ലാ ആശുപത്രി എൻ്റെ വീട് തൊട്ടടുത്ത് എൻ്റെ ബന്ധുവാണ്. ഞങ്ങളുടെ അപ്പച്ചിയുടെ കൊച്ചുമള്ള. കുടുംബത്തെ സംബന്ധിച്ച് ഒരു പ്രായമായ അമ്മയുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. വേറെ മറ്റ് ഡീറ്റെയിൽസ്? രോഗിയാണ്. ഇപ്പോൾ ഇത് കുറവുണ്ട്. 2 സഹോദരന്മാരുണ്ട്. ഒരാൾ തെങ്ങമത്ത് താമസിക്കുന്നു, ഒരാൾ ഇവിടെ അടുത്ത താമസം ഗൾഫിലാണ്. ഒരു സഹോദരനാണുള്ളത് അല്ലേ? ഇവർ 2 ഒരു ഇതുമാണ്, സഹോദരിയാണ്. ഒരു സഹോദരൻ. മിഥുൻ, ഞാൻ മിഥുനിലേക്ക് തിരികെ എത്താം. ഉള്ളുലയുന്ന വേദനയിലാണ് രാജ്യം. ഈ ആകാശ ദുരന്തത്തിൻ്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളും വാർത്തകളും ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മലയാളി ഈ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. പുല്ലാട് സ്വദേശിനി രഞ്ജിതയാണ് മരിച്ചത്. ആ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് മിഥുൻ മുരളി പങ്കുവച്ചത്. ഇനി നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകളിലേക്ക് പോയ ശേഷം ഇതേ വാർത്തയിലേക്ക് തന്നെ തിരികെ എത്താം. അഹമ്മദാബാദ്